പക്ഷെ എനിക്ക് കുർബാനയോട് അങ്ങനെ ഒരു അടുപ്പോ സ്നേഹമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വിശുദ്ധ കുർബാനയിൽ ഈശോയാണ്, അപ്പത്തിൽ ഈശോയാണെന്നൊക്കെ ഉള്ളൊരു ഇന്റലക്ട് നോളജ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു അറിവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും ഈ ദൈവത്തിൻ്റെ മുഖം മോശ കണ്ടപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ യൂക്രിസ്റ്റിന് മുമ്പിൽ ഇരിക്കുന്നതാണ്, അഡോറേഷന് മുമ്പിൽ നിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്, നീ ദൈവമല്ലേ, അതേ ദൈവം തന്നെയാണല്ലോ, നിന്റെ മുമ്പിൽ ഇരുന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമോ? എൻ്റെ ചെറിയൊരു ആഗ്രഹമായിരുന്നു. കുമ്പസാരിക്കാനായിട്ട് ഒരച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ, നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും അടുത്ത് പരിചയമുള്ള അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അവരെന്ത് വിചാരിക്കും? അപ്പോൾ ഞാൻ ജീസസ് യൂത്തിലുണ്ട്. അപ്പോൾ ജീസസ് യൂത്തിൽ നമ്മുടെ എപ്പോഴും അച്ഛന്മാരൊക്കെ കൂടെയാണ് നടക്കുന്നതല്ല. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ ഒരു ചാപ്ലിൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് മാത്രം ഞാൻ കുമ്പസാരിക്കത്തില്ല, ബാക്കി പല അച്ഛന്മാരങ്ങ് വേറെ പള്ളിയിലൊക്കെ പോയി അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കുക. എനിക്ക് തോന്നിയത് എൻ്റെ ലൈഫിൽ ഉണ്ടായ പല സ്ട്രഗിൾസിൻ്റെയും, പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റിയുടെ മേഖലയിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ടെംപ്റ്റേഷൻസും എൻ്റെ വീഴ്ചകളെല്ലാം കുറച്ചും കൂടെ ഡീപ്പർ ലെവലിലേക്ക് ഒന്ന് ഇരിക്കേണ്ടതും ഒരാളുടെ ഹെൽപ്പ് സീക്കേണ്ടതായിരുന്നു. അപ്പം അച്ഛനടുത്ത് പോകുമ്പോൾ അച്ഛൻ എന്നെ ഫോളോ അപ്പ് ചെയ്യും. ആ ഒരു പാപത്തിൻ്റെ അവസ്ഥയിലെല്ലാം എന്നെ പിന്നെയും കുറച്ചും കൂടി ഡീപ്പർ ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകും. എൻ്റെ പല ഇന്നർ വൂണ്ടുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും. ഞാനിത് ശരിക്കും പച്ചയ്ക്ക് എനിക്കറിയാവുന്ന ഒരു അച്ഛനോട് തന്നെ ഏറ്റു പറഞ്ഞപ്പോൾ, ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ എന്തറിഞ്ഞാലും കുഴപ്പമില്ല, അത് എന്നെ എന്ത് ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ല. ഹായ്, എൻ്റെ പേര് ആൽവിൻ. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാനിപ്പോൾ ഒരു IT സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാണ്. ഞാൻ നിങ്ങളോടൊരു എൻ്റെ ലൈഫിലുണ്ടായ വിശുദ്ധ കുർബാനയും കുമ്പസാരവുമായി ബന്ധപ്പെട്ട കുറച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഈ കുർബാനയോടും എൻ്റെ പ്രാർത്ഥനയോടും ഒക്കെ വ്യക്തിപരമായ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുർബാനയോട് അങ്ങനെ ഒരു അടുപ്പോ സ്നേഹമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വിശുദ്ധ കുർബാനയിൽ ഈശോയാണ്, അപ്പത്തിൽ ഈശോയാണെന്നൊക്കെ ഉള്ളൊരു ഇന്റലക്ട് നോളജ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു അറിവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ മോശ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, മലയിൽ കയറി ദൈവമഹത്വം കണ്ട് തിരിച്ചു വരുമ്പോൾ മോശയുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഈശോയെ ശരിക്കും ഈ ദൈവത്തിൻ്റെ മുഖം മോശ കണ്ടപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ യൂക്രിസ്റ്റിന് മുമ്പിൽ ഇരിക്കുന്നതാണ്, അഡോറേഷന് മുമ്പിൽ നിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്, നീ ദൈവമല്ലേ, അതേ ദൈവം തന്നെയാണല്ലോ, നിന്റെ മുമ്പിൽ ഇരുന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമോ? എൻ്റെ ചെറിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ചാൾ കഴിഞ്ഞു, ഞാൻ ഒരു കുറച്ച് നാളല്ല, ഒരു വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ധ്യാനം കൂടി. അത് കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് അഡോറേഷൻ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കുറേ പേരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ്, എടാ നിന്നെ കണ്ടിട്ട് നിന്റെ മുഖം ഭയങ്കരമായിട്ട് പതിവില്ലാതെ ഒരു തെളിച്ചം, ഒരു വെട്ടം അടിക്കുന്നു ഭയങ്കരമായിട്ട് മുഖത്ത് നിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഈശോയോട് ചോദിച്ച ആ ഒരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിലായിട്ട് വന്നത്. ഈശോയെ, യൂക്രിസ്റ്റിൽ നിന്നെ കണ്ട ഇത് നീ ആണെങ്കിൽ, ദൈവമാണെങ്കിൽ മോശയെപ്പോലെ എൻ്റെ മുഖം പ്രകാശിക്കുമോ? അപ്പോൾ അത് ശരിക്കും അവൻ അങ്ങനെ ക്രിസ്ത്യാനി പള്ളി പോകാറ് പോലും ഇല്ല. പക്ഷെ അവൻ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശരിക്കും തമ്പുരാൻ എന്നോട് സംസാരിക്കുമായിരുന്നു. ഐ ആം റിയലി പ്രസൻറ്റ് ഇൻ ദ യൂക്രിസ്റ്റ്. അതൊരു അനുഭവമായിരുന്നു. അതുപോലെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ശരിക്കും ആരാധനയിലുള്ള നമ്മൾ ആരാധന അർപ്പിക്കാൻ നമുക്ക് ഭയങ്കര ബഹുമാനവും റെസ്പെക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇതേ വിശുദ്ധ കുർബാനയാണ് സ്വീകരിക്കുന്നത്, ഇതേ ഈശോയെ സ്വീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന സക്രാരിയ എന്നൊക്കെ അല്ലെങ്കിൽ അരുളിക്കായിൽ ഈശോയെ കൊണ്ടുപോകുന്ന പോലെയാണ് ശരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോഴെന്നൊക്കെ എനിക്ക് ഇങ്ങനെ കേട്ടായിരുന്നു ഒരാൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കോട്ടയത്തൂടെ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഈശോയെ കൊണ്ട് പോകുമ്പോൾ ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട്. രാജാവാണല്ലോ, അപ്പോൾ രാജാവ് പോകുമ്പോൾ അവിടെ ഭയങ്കര ആ ഒരു വേദിയൊക്കെ ഇങ്ങനെ ഒരുക്കുന്നുണ്ട്, നമ്മുടെ പ്രൊസഷനിലാണെങ്കിലും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ, സംശയം എന്നല്ല, ഒരു ഈശോയുടെ ചെറിയ ആഗ്രഹം ചോദിച്ചു, ഈശോ നിന്നെ കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഈ റോഡിൽ കൂടെ പോകുന്നതല്ലേ, ഞാൻ എൻ്റെ കോളേജിൽ പോകുമ്പോൾ ഏകദേശം 33 കിലോമീറ്റേഴ്സ് ഉണ്ട്, അത് പല റോഡുകളിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത്രയും ദൂരത്തിൽ റോഡെല്ലാം ഭയങ്കര മോശമാണ് ഞാൻ പോകുന്ന വഴി. അപ്പോൾ എല്ലാ ദിവസവും ബൈക്ക് ഓടിച്ചു. അപ്പോൾ എൻ്റെ പുതിയ ബൈക്ക്, എനിക്ക് സ്വന്തമായിട്ടൊരു ബൈക്കില്ല, അച്ഛൻ്റെ ബൈക്കിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ബൈക്ക് അടുത്ത ആഴ്ച വരും, എൻ്റെ പുതിയ ബൈക്ക് വരുമ്പോൾ ഈശോ നിന്നെ കൊണ്ട് എന്നും ഞാൻ നിന്നെ സ്വീകരിച്ചിട്ട് ഈ പോകുന്ന വഴിയാണ്, രാജാവ് പോകുന്ന വഴിയാണ്, അത് റോഡൊക്കെ ഇങ്ങനെയാണോ കിടക്കേണ്ടത് എന്നിങ്ങനെ ഒരു തമാശ ചോദിച്ചാണ്. പക്ഷേ അത് വർഷങ്ങളായിട്ട് ഭയങ്കര മോശമായി കിടക്കുന്ന മണ്ണിട്ട റോഡ് വരെ ഉണ്ട് അതിൽ. ഞാൻ ഇങ്ങനെ ആ ഒരു ആഗ്രഹം ചോദിച്ചപ്പോഴത്തേക്കും ഈശോ എനിക്കൊരു
ഭയങ്കര വിചിത്രമായ തോന്നുന്ന എന്നാൽ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. ഞാൻ എൻ്റെ ബൈക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ 33 കിലോമീറ്റേഴ്സിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ചിലയിടത്ത് മണ്ണിട്ട റോഡാണ്, അങ്ങനത്തെ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ റോഡെല്ലാം ടാറിട്ടു, ചിലയിടത്ത് കോൺക്രീറ്റ് ചെയ്തു, ചിലയിടത്ത് പാച്ചപ്പ് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഓക്കെ, ഈശോ ഈസ് റിയൽ. ആ യുക്രസിൽ ഈശോ ശരിക്കും ഉണ്ട്, ഈശോ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവൻ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഞാൻ അറിഞ്ഞ ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോഴേ അതുതൊട്ട് ഞാൻ എവിടെ പോയാലും ഞാൻ ഈ വിഷ്വലൈസ് ചെയ്യും, ആ സക്രാരിയായിട്ട് ഈശോ അല്ലെങ്കിൽ അരുളിക്കായൽ ഈശോയെ കൊണ്ടുപോകുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചില ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴെല്ലാം ഭയങ്കര വിജിലൻ്റ് ആണ്, ഈശോ എൻ്റെ കൂടെയുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ 2 എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ യുക്രിസ്റ്റിനോടുള്ള ഒരു സ്നേഹം ഭയങ്കരമായിട്ടും കൂട്ടിയിട്ടുണ്ട്. ഈശോയുടെ കൂടുതൽ ചേർന്നിരിക്കാൻ, അഡോറേഷന് പോയിരിക്കാൻ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോയെ കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ, ഈശോയുടെ കൂടെ ഇരിക്കാൻ ഒക്കെ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളോടും ആ ഒരു കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വേറെ ഒരു കാര്യം, എനിക്ക് കുമ്പസാരത്തെ പറ്റിയായിരുന്നു. നമുക്ക് കുമ്പസാരിക്കാനായിട്ട് ഒരച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ, നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും അടുത്ത് പരിചയമുള്ള അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അവരെന്ത് വിചാരിക്കും? അപ്പോൾ ഞാൻ ജീസസ് യൂത്തിലുണ്ട്. അപ്പോൾ ജീസസ് യൂത്തിൽ നമ്മുടെ എപ്പോഴും അച്ഛന്മാരൊക്കെ കൂടെയാണ് നടക്കുന്നതല്ല. അപ്പോൾ ഞങ്ങളുടെ ടീമിന് ചാപ്ലിൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് മാത്രം ഞാൻ കുമ്പസാരിക്കത്തില്ല, ബാക്കി പല അച്ഛന്മാരങ്ങ് വേറെ പള്ളിയിലൊക്കെ പോയി അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കുക. പക്ഷെ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടു, ഒരച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്, നമ്മുടെ സ്ട്രഗിൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും സൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട്, എനിക്ക് ഏറ്റവും പാടായിരുന്നു, പക്ഷേ ഭയങ്കര പാവത്തിലൊക്കെ ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്തൊരു സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ചാപ്ലിൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ പോകും. അപ്പോൾ അച്ഛനെ പകൽ നമ്മൾ കണ്ട് ഹൈ ബൈ സെറ്റപ്പ് ഇതൊക്കെയാണ്, പക്ഷേ എന്നെ തന്നെ തുറന്നു വെക്കാൻ പച്ചയ്ക്ക് ഞാനിതാണ്, ഇത്രയും സ്ട്രഗ്ലിംഗ് ആണ്, ഇത്രയും പല രീതിയിൽ ടെംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ വീണ് പോയിട്ടുണ്ട് എന്ന് പറയാൻ ഞാനൊരു ജീസസ് യൂത്തിൻ്റെ ലീഡറാണ്, അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വലി നല്ല ഇതാണെന്ന് പുറമേ ഉണ്ടെങ്കിലും ഐ എം സ്ട്രഗ്ലിങ്. പക്ഷേ ഇത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി കുമ്പസാരിച്ചു. ആ ഒരു കുമ്പസാരം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവമായിരുന്നു. ഈശോ ശരിക്കും എന്നെ എളിമപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയും നാൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന പല മേഖലയിൽ നിന്ന് എനിക്ക് ഭയങ്കര ഡെലിവറൻസ് കിട്ടിയാണ് ആ ഒരു കുമ്പസാരത്തിൽ നിന്ന്. കൂടാതെ എനിക്ക് അച്ഛൻ ഇതിന് പുറത്ത്, കുമ്പസാരത്തിന് പുറത്ത് അച്ഛൻ എങ്ങനെ വിചാരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അതൊന്നുമില്ല. അച്ഛൻ പുറത്ത് കണ്ടപ്പോൾ പിന്നെ ആ കുമ്പസാരത്തിൽ പറഞ്ഞായിട്ട് ഒരു ബന്ധമില്ലാതാണ് പിന്നെ അച്ഛൻ നമ്മളോട് പുറമെ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ പിന്നെയും ഫോളോ അപ്പ് ചെയ്യുന്ന അടുത്ത പിന്നെയും കുമ്പസാരത്തിന് അച്ഛൻ്റെ അടുത്ത് തന്നെ പോകും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ എന്നെ ഫോളോ അപ്പ് ചെയ്യും. ആ ഒരു പാപത്തിൻ്റെ അവസ്ഥയിലെല്ലാം എന്നെ പിന്നെയും കുറച്ചും കൂടി ഡീപ്പർ ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകും. എൻ്റെ പല ഇന്നർ വൂണ്ടുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ മേഖലയിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ആ ഒരു കൺഫെഷനിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ അൺബൗണ്ട് പ്രെയറൊക്കെ എന്നെ കൊണ്ട് ആ ഒരു കുമ്പസാരത്തിൽ ചെയ്യിപ്പിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഹീലിങ്ങും ഡെലിവറൻസും എൻ്റെ ചില പാപത്തിൻ്റെ റൂട്ട് കോസുകൾ ശരിക്കും എൻ്റെ വൂണ്ടഡ്നെസ് ആണെന്നൊക്കെ എന്നെ കാണിച്ചു തന്നത് ഈ ഒരച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കുമ്പസാരത്തിൽ പോകുമ്പോഴായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു സംഭവം, നമ്മൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന പോലെയാണ്. ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ രോഗമായിട്ട് ചെല്ലുമ്പോൾ ആദ്യമേ ഒരു ബേസിക് ഡയഗ്നോസിസ് ചെയ്യും, എന്നിട്ട് ഒരു ഗുളികയൊക്കെ തരും, പിന്നെ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറയും. അപ്പോൾ എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്കാനിങ് ചെയ്യണോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കണോ, കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ പോകും. അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ലൈഫിൽ ഉണ്ടായ പല സ്ട്രഗിൾസിൻ്റെയും, പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റിയുടെ മേഖലയിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ടെംപ്റ്റേഷൻസും എൻ്റെ വീഴ്ചകളെല്ലാം കുറച്ചും കൂടെ ഡീപ്പർ ലെവലിലേക്ക് ഒന്ന് ഇരിക്കേണ്ടതും ഒരാളുടെ ഹെൽപ്പ് സീക്കേണ്ടതായിരുന്നു. അത് ഈ കുമ്പസാരത്തിൽ എൻ്റെ ഈ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ, കുമ്പസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ ഫോർഗീവ്നെസ്സിലേക്കൊക്കെ എന്നെ ലീഡ് ചെയ്തത് ഈ കുമ്പസാരമായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് മാക്സിമം നമുക്കൊരു അച്ഛൻ്റെ അടുത്ത് തന്നെ, പ്രത്യേകിച്ച് നമുക്കൊരു പരിചയം ഉള്ള അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പാപത്തിലേക്ക് കുറച്ചും കൂടെ ഒരു റിപ്പൻഡൻസിലേക്കും കുറച്ചും കൂടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും അവർക്ക്. കാരണം അതിന് പുറത്തേക്ക്, കുമ്പസാരത്തിന് പുറത്ത് ഒന്നും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ കുമ്പസാരത്തിലാണെങ്കിൽ തമ്പുരാൻ നമ്മളെ ഭയങ്കരമായിട്ടും ആ ഒരു കുമ്പസാരത്തിൽ നമ്മളിൽ ഇടപെടും. പിന്നെ ഈ പറയുന്ന ഷെയിം കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് നമ്മുടെ
അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, പണ്ട് പബ്ലിക്കായിട്ടാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത്. നിങ്ങൾ സൗഖ്യപ്പെടാമെങ്കിൽ നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയും എന്നുള്ള വചനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പം പബ്ലിക്കായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില മറ്റ് പല കാരണങ്ങളാൽ നമുക്കിപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാൽ മതി. ബട്ട് നമ്മളൊരാളടുത്ത് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ പാപം ശരിക്കും നമ്മൾ പറ്റിപ്പോയി എന്ന് ഏറ്റുപറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ഏറ്റുപറയുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിനോട് റിപ്പൻറ്റ് ചെയ്യുന്നുള്ളൊരു മീനിങ് ഉള്ളത്. അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് കാണാൻ പറ്റാത്തൊരു ദൈവത്തോട് നമുക്ക് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ശരിക്കും അത് ആ ഒരു അനുതാപത്തിൻ്റെ എന്തുമാത്രം അനുതാപം ഉണ്ടെന്ന് സംശയമുണ്ട്. ഞാനിത് ശരിക്കും പച്ചയ്ക്ക് എനിക്കറിയാവുന്ന ഒരു അച്ഛനോട് തന്നെ ഏറ്റു പറഞ്ഞപ്പോൾ, ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ എന്തറിഞ്ഞാലും കുഴപ്പമില്ല, അത് എന്നെ എന്ത് ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ല, എനിക്കെൻ്റെ വിശുദ്ധിയാണ്, ഈശോയാണ് വലുത്, ഈശോയെ വേദനിപ്പിച്ചു പോയി, ഞാൻ എന്നോട് തന്നെ ഒരുപാട് ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ഇത് ഐ എം സ്ട്രഗ്ലിങ് ആൻഡ് ഐ നീഡ് ഹെൽപ്പ് എന്ന് ഏറ്റു പറയുമ്പോൾ അവിടെ എളിമയാണ് ശരിക്കും കിട്ടുന്നത്. ആ എളിമയിലാണ് എൻ്റെ എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ചെയ്തെടുക്കാൻ നോക്കിയ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നോക്കിയ പല അഡിക്ഷൻസും സാധനങ്ങളിൽ നിന്നൊക്കെ എന്നെ ഹീൽ ചെയ്തത് ഈ കണ്ടിന്യൂസ് കുമ്പസാരം, ഈ ഓപ്പൺനെസ്, ഈ ഒരു ഷെയറിങ്. ആ ഒരു ഓപ്പൺനെസ്സോടെ ഷെയർ ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ ഒരു കൃപ ഒഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഒരുപാട് ഹീൽ ചെയ്യാനും എന്നെ വിശുദ്ധിയിലേക്ക് എന്നെ നയിച്ച മൊത്തം ഈ ഒരു കുമ്പസാരമാണ്. അപ്പോൾ നിങ്ങൾ കുമ്പസാരത്തിൻ്റെ വാല്യൂ അക്രൈസ്തവർക്കൊക്കെ അതൊന്നും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം ആ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ, ആ ഒരു പൂർണ്ണ എളിമയിലും റിപ്പൻറ്റൻസിലും ഒരു അനുതാപത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുവാണെങ്കിൽ അവർ ലൈഫ് ഈസ് കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആകാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ സന്തോഷത്തോടെ കുറച്ചുകൂടെ ചിരിക്കാനൊക്കെ പറ്റും. നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന, കൺഫെഷനിലും വിശുദ്ധ കുർബാനയിൽ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധിയിൽ ഈശോയുടെ കൂടെ ചേർന്ന് നമുക്ക് നടക്കാം, കുറച്ചുകൂടെ ഫ്രീ ആകാം. പ്രൈസ് ഗോഡ്.